ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقرن في بيوتكن ولا تبرجن تبرج الجاهلية الأولى وأقمنا الصلاة وآتينا الزكاة وأطعنا الله ورسوله إنما يريد الله ليذهب عنكم الرجس أهل البيت ويطهركم تطهيرا واذكرن ما يتلى في بيوتكن من آيات الله والحكمة إن الله كان لطيفا خبيرا. الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين اللهم علمنا ما ينفعنا وانفعنا بما علمتنا سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم أما بعد السلام عليكم ورحمة الله وبركاته. സൂറത്തുൽ അഹ്സാബിലെ 33-34 സൂക്തങ്ങളാണ് ഇന്ന് നാം പഠിക്കാൻ ശ്രമിക്കുന്നത്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقرن في بيوتكن ولا تبرجن تبرج الجاهلية الأولى وأقمنا الصلاة وآتينا الزكاة وأطعنا الله ورسوله إنما يريد الله ليذهب عنكم الرجس أهل البيت ويطهركم تطهيرا. وقرن ഫീ ബുയൂത്തിക്കുന്ന, നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിൽ ഒതുങ്ങി കഴിയുക. നിങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് പ്രവാചക പത്നിമാരാണ്. 32ാമത്തെ സൂക്തത്തിൽ, നേരെ മുമ്പുള്ള സൂക്തത്തിൽ യാ നിസാ അൻ-നബിയ്യി, അല്ലയോ പ്രവാചക പത്നിമാരെ എന്ന് സംബോധന ചെയ്തുകൊണ്ട് ആരംഭിച്ച വിഷയത്തിന്റെ തുടർച്ചയാണ്. വഖർന ഫീ ബുയൂത്തിക്കുന്ന, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ശാന്തരായി അടങ്ങി ഒതുങ്ങി കഴിയുക. വഖർന എന്നത് ഖറാർ, വഖാർ എന്നീ പദങ്ങളിൽ നിന്ന് നിഷ്പന്നമായതാണ് എന്നാണ് ഭാഷാ പടുക്കളും മുഫസ്സിറുകളും വിശദീകരിച്ചിട്ടുള്ളത്. ഖറ, അഖറ, ഇസ്തഖറ തുടങ്ങിയ വാക്കുകളുടെ അർത്ഥം ഉറച്ചു നിൽക്കുക, സ്ഥിരമായി നിൽക്കുക, നിശ്ചലമാവുക, ശാന്തമാവുക എന്നൊക്കെയാണ്. വഖാർ എന്ന പദത്തിൽ നിന്നാണെങ്കിൽ ആ വാക്ക് ഉൾക്കൊള്ളുന്ന അർത്ഥതലങ്ങൾ ഗൗരവം, ഗാംഭീര്യം, സ്ഥിരത, ക്ഷമ, സഹനശീലം, ശാന്തത, ബഹുമാനം, ആദരവ്, സൗമ്യശീലം, ദൃഢചിത്തത, ഇതൊക്കെ വഖാർ എന്ന പദത്തിന്റെ അർത്ഥതലങ്ങളിൽ ഉൾക്കൊള്ളും. ബൈത്ത്, ബുയൂത്ത് എന്നത് ബൈത്തിന്റെ ബഹുവചനമാണ്, വീടുകൾ. ബാത്ത എന്ന വാക്കിന്റെ അർത്ഥം രാത്രി താമസിക്കുക എന്നാണ്. രാത്രി ഒരുമിച്ച് താമസിക്കുക, ഒരുമിച്ച് കൂടുക എന്നൊക്കെയാണ്. ബൈത്ത് താമസിക്കുന്ന സ്ഥലമാണ്, വാസസ്ഥലം, കുടുംബം, മുറി എന്ന അർത്ഥത്തിലൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വാക്കിനെ അപഗ്രഥിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഗാംഭീര്യവും ശാന്തതയും സൗമ്യതയും സഹനവും ക്ഷമയും ആദരവും ബഹുമാനവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഗേഹമാണ് വീട്. പ്രവാചക പത്നിമാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഗേഹത്തെയും വാസത്തെയും കുറിച്ച് വിശദീകരിക്കുകയാണ്. ഖുർആനിന്റെ ഒരു പ്രത്യേകത, ഒരു വാക്ക്, ഒരു വചനം, അതിന്റെ അർത്ഥതലത്തിന്റെ വ്യാപ്തി കൂടുതൽ നാം പഠിക്കുന്തോറും വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ഒരു വാക്ക്, വചനം ഒരാശയപ്രപഞ്ചമായി മാറുന്ന, അത് അനലൈസ് ചെയ്ത് അപഗ്രഥിച്ച് മനസ്സിലാക്കുന്തോറും അതിന്റെ അർത്ഥതലം വികസിച്ചുകൊണ്ടിരിക്കുന്ന വിസ്മയകരമായ വചനങ്ങളാണ് ഖുർആനിലുള്ളത്. ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല എന്നാണല്ലോ അല്ലാഹു ഖുർആൻ വചനങ്ങളെക്കുറിച്ച് പറഞ്ഞത്.
നാം താങ്കൾക്ക് ഭാരമുള്ള വചനങ്ങൾ താങ്കളുടെ മനസ്സിലേക്ക് ഇട്ടുതരികയാണ് എന്നാണ് അവിടെ പറഞ്ഞത്. അത് ആശയ ഗാംഭീര്യത്തിന്റെ ഭാരമാണ്, അർത്ഥസമ്പുഷ്ടതയുടെ ഘനമാണ്. ഞാൻ ഈ വാക്കിനെക്കുറിച്ച് അപഗ്രഥിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ദാമ്പത്യബന്ധത്തെക്കുറിച്ച് മനോഹരമായി ചിത്രീകരിച്ച മറ്റൊരു സൂക്തം കൂടി കണ്ടെത്തി. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് നിങ്ങളുടെ നഫ്സുകളിൽ നിന്ന് തന്നെ നിങ്ങൾ കിണകളെ അവൻ സൃഷ്ടിച്ചു എന്നത്. നിങ്ങൾ അവളിലേക്ക് ശാന്തി തേടിപ്പോകാൻ വേണ്ടി നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും അവൻ പഠിച്ചു. അതിൽ ചിന്തിക്കുന്ന ജനതക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. ഇവിടെ മവദ്ദത്ത് പറഞ്ഞാൽ ഹുബ്ബുർ റജ്ലി ഇംറഅത്തഹു. ഇബ്നു അബ്ബാസ് റഹിമഹുല്ലാഹ് പറയുകയാണ്, പുരുഷൻ സ്ത്രീയെ സ്നേഹിക്കുക എന്നതാണ് മവദ്ദത്ത് എങ്കിൽ റഹ്മത്തുഹു ഇയ്യാഹാ മിൻ അൻ യുസീബഹാ ബിസൂഇൻ, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അവൾക്ക് സംഭവിക്കുമോ എന്നതിനെക്കുറിച്ചുള്ള ആശങ്കയും വിഷമവും പുരുഷ മനസ്സിലുണ്ടാവുന്നു. അതാണ് കാരുണ്യം എന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. അപ്പോൾ ഭാര്യ എന്ന് പറഞ്ഞാൽ പുരുഷൻ സമാധാനം തേടി പോകുന്ന ഒരു പ്രശാന്ത സുന്ദരമായ തീരത്തിൽ നിലക്കൊള്ളുന്ന ഒരസ്തിത്വമാണ്. ഈ രണ്ട് അത്ഭുതകരമായ സൃഷ്ടികളുടെ സമാഗമമാണ് വീടുകളിൽ നടക്കുന്നത്. ആ പാരസ്പര്യത്തിന്റെ ബാന്ധവത്തിന്റെ ആഴവും പരപ്പും നമുക്ക് വിശദീകരിക്കാൻ കഴിയുകയില്ല. അതാണ് വീട് എന്ന് പറയുന്നത്. വീട് പ്രശാന്ത സുന്ദരമാകണം. ഇസ്ലാം സ്ത്രീയെ വീട്ടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ തളച്ചിട്ടുവെന്നും സ്വതന്ത്രമായി ശ്വസിക്കാൻ കഴിയാത്ത വിധം പാരതന്ത്ര്യത്തിന്റെ കാര്യവഴികൾക്കുള്ളിലാണ് ഇസ്ലാമിലെ സ്ത്രീയെന്നും പ്രചരിപ്പിക്കപ്പെടുമ്പോൾ വീട്ടിലുള്ള സ്ത്രീയുടെ നിലനിൽപ്പിനെക്കുറിച്ചും ആ വീട്ടിനെക്കുറിച്ചുമുള്ള പദപ്രയോഗത്തിൽ തന്നെ സ്നേഹത്തെയും ഗാംഭീര്യത്തെയും ക്ഷമയെയും സഹനശീലത്തെയും ശാന്തതയെയും ബഹുമാനത്തെയും സൗമ്യതയും എല്ലാം ചാലിച്ചു ചേർത്ത ഒരു മനോഹരമായ പദമുപയോഗിച്ചുകൊണ്ട് ഇസ്ലാമിക വീക്ഷണത്തിൽ ഒരു വീടെന്തായിരിക്കണം എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. ഊഷ്മളമായ ബന്ധത്താൽ പരസ്പരം ചേർന്ന് നിൽക്കുന്ന അസ്തിത്വങ്ങളായി അവർ മനോഹരമായ ശാന്തിഗേഹത്തിൽ നിവസിക്കുന്നു. പഴയ ജാഹിലി കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന തബറുജ് നിങ്ങളിൽ ഉണ്ടാവാൻ പാടില്ല. തബറജ എന്ന വാക്കിന്റെ അർത്ഥം ചമഞ്ഞ് പ്രത്യക്ഷപ്പെടുക എന്നാണ്. സ്ത്രീ ബറജ് എന്ന് പറഞ്ഞാൽ ഭംഗി എന്നാണ് അർത്ഥം. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാനായ മുഫസ്സിർ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പ്രസ്താവിക്കുന്നു, വഖർന ഫീ ബുയൂതികുന്ന ഐ ഇൽസംന ബുയൂതകുൻ ഫലാ തഖ്റുജ്ന ലിഗൈരി ഹാജ. നിങ്ങൾ വീടുകളിൽ തന്നെ നിലകൊള്ളേണ്ടവരാണ്. നിങ്ങളുടെ മുഖ്യമായ കർമ്മമണ്ഡലം വീട് തന്നെയാണ്. ആവശ്യത്തിനല്ലാതെ നിങ്ങൾ പുറത്തു പോകരുത്. വമിനൽ ഹവായിജി ശർഇയ്യ, പുറത്തു പോകാൻ പറ്റുന്ന ശർഇയ്യായ ആവശ്യങ്ങളിൽപ്പെട്ടതാണ് അസ്വലാത്തു ഫിൽ മസ്ജിദ് ബിശർത്തിഹി, പള്ളിയിൽ നമസ്കാരത്തിന് വേണ്ടി പോവുക എന്നത് ചില നിബന്ധനകളോടുകൂടി. കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ ഇമാം ഇബ്നു കസീർ ഉദ്ധരിക്കുകയാണ് ഹദീസ്, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ് വൽയഖ്റുജ്ന വഹുന്ന തഫിലാത്ത്. അല്ലാഹുവിന്റെ ഭവനങ്ങൾ നിങ്ങൾ സ്ത്രീകൾക്ക് തടയരുത്, പക്ഷേ അവർ പുറപ്പെടുമ്പോൾ സുഗന്ധദ്രവ്യങ്ങളൊക്കെ പൂശി അന്യപുരുഷന്മാരെ ആകർഷിക്കുന്ന നിലയിൽ പോകരുത് എന്നാണ്. മറ്റൊരു റിവായത്തിൽ വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, അവർക്ക് വീടുകൾ തന്നെയാണ് ഏറ്റവും ഉത്തമം എന്നും പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയത്തിൽ സന്തുലിതമായ ഒരു സമീപനമാണ് ആവശ്യമായിട്ടുള്ളത്. അടിസ്ഥാനപരമായി
സ്ത്രീയുടെ മണ്ഡലം വീട് തന്നെയാണ്. വീട്ടിന്റെ പരിപാലനവും ഉത്തരവാദിത്വ നിർവഹണവും എല്ലാറ്റിലുമുപരി മക്കളെ നല്ല തർബിയത്ത് നൽകി വളർത്തുക എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കർത്തവ്യമാണ്. മാതാവിന്റെ ലാളനയേറ്റുകൊണ്ട്, മുല കുടിച്ചുകൊണ്ട്, മാറിടത്തിന്റെ ചൂട് അനുഭവിച്ചുകൊണ്ട്, വാത്സല്യവും ലാളനയും ഏറ്റുവാങ്ങി വളരുന്ന മക്കളാണ് ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തോടുകൂടി നിലകൊള്ളുക. ആയമാരുടെ അടുത്ത് വളരുന്ന കുട്ടികൾ, നഴ്സറികളിലും ബേബി കെയറിലും ഏൽപ്പിക്കപ്പെടുന്ന കുട്ടികൾ അവരുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ പ്രതികൂലമായാണ് ബാധിക്കുക. കാരണം ആത്മാർത്ഥമായ സ്നേഹവും പരിലാളനയും സ്വന്തം വാത്സല്യനിധിയായ മാതാവിൽ നിന്ന് ലഭിക്കുന്ന അളവിൽ ഒരിക്കലും അവർക്ക് ലഭിക്കുകയില്ല. മാത്രമല്ല, ആ ആയമാരുടെയും മറ്റും സംസ്കാരമാണ് കുട്ടികളിലേക്ക് സന്നിവേശിപ്പിക്കപ്പെടുക. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, ജിഅന നിസാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖുൽന, സ്ത്രീകൾ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ذهب الرجال بالفضل والجهاد في سبيل الله تعالى فما لنا عمل ندرك به عمل المجاهدين في سبيل الله تعالى. അല്ലാഹുവിന്റെ റസൂലേ, പുരുഷന്മാർ ഫളും എല്ലാവിധ മഹത്വങ്ങളും അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദും ഒക്കെയായി പോയി അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് അല്ലാഹുവിൽ നിന്നുള്ള പ്രതിഫലം ലഭിക്കുവാനുള്ള ധാരാളം മാർഗങ്ങളുണ്ട്. ഞങ്ങൾക്കെങ്ങനെയാണ് അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന പുരുഷന്മാർ ചെയ്യുന്ന കർമ്മത്തെ പ്രാപിക്കുവാൻ കഴിയുക? വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ മറുപടി കൊടുത്തു, മൻ ഖഅദത് മിൻകുന്ന ഫീ ബൈതിഹാ ഫഇന്നഹാ തുദ്രികു അമലൽ മുജാഹിദീന ഫീ സബീലില്ലാഹ്. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അവളുടെ വീട്ടിൽ കഴിയുകയാണെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന മുജാഹിദുകളുടെ കർമ്മത്തിന് തത്തുല്യമായ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. കാരണം ദൈവമാർഗത്തിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വന്തം ഭർത്താവിന്റെ അഭാവത്തിൽ വീട്ടിന്റെ മുഴുവൻ കാര്യങ്ങളും ഉത്തരവാദിത്വത്തോടുകൂടി നിർവഹിക്കുകയും മക്കളെ തർബിയത്ത് നൽകി വളർത്തുകയും ചാരിത്രശുദ്ധി സൂക്ഷിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് തത്തുല്യമായ പ്രതിഫലം ലഭിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മർഅ ഔറത്തുൻ ഇദാ ഖറജത് ഇസ്തശ്റഫഹ അശ്ശൈത്താൻ വഅഖറബു മാ തകൂനു ബിറൂഹത്തി റബ്ബിഹാ വഹിയ ഫീ ഖഅരി ബൈതിഹാ. സ്ത്രീ പുറത്തു പോകുമ്പോൾ പിശാചിന്റെ പ്രലോഭനങ്ങൾക്ക് അവൾ വശംവദയാകും. അല്ലാഹുവിന്റെ കാരുണ്യത്തുമായി അവൾ ഏറ്റവും അടുത്ത് കിടക്കുക അവൾ വീട്ടിന്റെ അന്തഃപുരത്ത് നിലക്കൊള്ളുമ്പോഴാണ്. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പ്രസ്താവിച്ചതുപോലെ ഈ സൂക്തങ്ങൾ ഹാദിഹി ആദാബുൻ അമറല്ലാഹു തആല ബിഹാ നിസാഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ നിസാഅൽ ഉമ്മ. അല്ലാഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർക്കും അതുപോലെ തന്നെ ശേഷം വരുന്ന ഈ ഉമ്മത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും ബാധകമായ ചില സദാചാര മര്യാദകൾ, സദാചാര നിഷ്ഠകൾ, അദബുകളാണ് പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറത്ത് നൂറിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്, കുല്ലിൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ. പുരുഷന്മാരോട് ദൃഷ്ടി താഴ്ത്തണം എന്ന് പറയുന്നു. വഖുല്ലിൽ മുഅ്മിനാത്തി യഗ്ദൂന മിൻ അബ്സാരിഹിന്ന വയഹ്ഫളന ഫുറൂജഹുന്ന. വിശ്വാസിനികളായ സ്ത്രീകളും ദൃഷ്ടികൾ താഴ്ത്തുകയും അവരുടെ ഗുഹ്യഭാഗങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യണം. വലാ യുബ്ദീന സീനത്തഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ. അതിൽ നിന്ന് വെളിവായ ഭാഗം ഒഴികെ അവരുടെ സൗന്ദര്യം അവർ പ്രദർശിപ്പിക്കരുത്. വലിയദ്രിബ്ന ബിഖുമുരിഹിന്ന അലാ ജുജൂബിഹിന്ന. അവരുടെ ശിരോവസ്ത്രം അവരുടെ മാറിടത്തിലേക്ക് അവർ താഴ്ത്തിയിടണം. വലാ യുബ്ദീന സീനത്തഹുന്ന. അവരുടെ സൗന്ദര്യം അവർ പ്രദർശിപ്പിക്കരുത്. ഇല്ലാ ലിബുഊലത്തിഹിന്ന. അവരുടെ ഭർത്താക്കന്മാർക്കൊഴികെ. ഔ ആബാഇഹിന്ന ഔ ആബാഇ ബുഊലത്തിഹിന്ന ഔ അബ്നാഇഹിന്ന ഔ അബ്നാഇ ബുഊലത്തിഹിന്ന ഔ ഇഖ്വാനിഹിന്ന ഔ ബനി ഇഖ്വാനിഹിന്ന ഔ ബനി അഖവാത്തിഹിന്ന ഔ നിസാഇഹിന്ന ഔ മാ മലക്കത് അയ്മാനുഹുന്ന ഔ التابعين غير أولي الإربة من الرجال
അവളുടെ സൗന്ദര്യം അവൾ പ്രദർശിപ്പിക്കരുത്, ഭർത്താക്കന്മാരുടെ മുമ്പിലല്ലാതെ. പിന്നീട് മഹറമുകളായിട്ട് എണ്ണപ്പെടുന്നത് ബാപ്പമാർ, ഭർത്താവിന്റെ പിതാക്കൾ, ആൺമക്കൾ, ഭർത്താവിന്റെ ആൺമക്കൾ, സഹോദരന്മാർ, സഹോദരന്മാരുടെ മക്കൾ, സഹോദരിമാരുടെ മക്കൾ, സ്ത്രീകൾ, വലങ്കൈ ഉടമയാക്കിയ അടിമകൾ, ലൈംഗികാസക്തിയില്ലാത്ത വീട്ടിലെ പരിചാരകർ, ലൈംഗിക വിഷയങ്ങളെക്കുറിച്ചൊന്നും മനസ്സിലാക്കിയിട്ടില്ലാത്ത കൊച്ചുകുട്ടികൾ, ഇവരുടെ മുന്നിൽ മാത്രമേ അവളുടെ സീനത്ത്, അതും ഇല്ലാമാ നഹറ മിൻഹ, അവൾക്ക് പ്രദർശിപ്പിക്കാൻ അനുവാദമുള്ളൂ. അവളുടെ കാലുകൾ നിലത്തടിച്ച് ഗോപ്യമായ അവളുടെ സൗന്ദര്യവും അലങ്കാരവും മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കാൻ വേണ്ടി കാലിട്ടടിക്കുകയും ചെയ്തത്, ശബ്ദമുണ്ടാക്കരുത്. വതൂബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലക്കും തുഫ്ലിഹൂൻ. നിങ്ങൾ അല്ലാഹുവിനോട് പശ്ചാത്തപിക്കുക, അവനിലേക്ക് മടങ്ങുക, വിശ്വാസികളെ നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം.